തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും. എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ. എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്ക് യാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി
കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്ത് പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരമകം പുക്ക് മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ച് ഉടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പുക്ക് 12 സംവത്സരമിരുന്ന് സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ. അത് മാതാവ് കൈകേയിയും മുടക്കി. അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക. വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെയച്ച് രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്ക കാലത്ത് വിരാധനെ ഖണ്ഡിച്ച് കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്ത് ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി. തത്ര വാണീടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിത് 14,000 പടയോടും. കൊന്നിത് 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ. മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ച് സദ്ഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു. മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ട്. മോക്ഷദൻ അവളുടെ പൂജയും കൈക്കൊണ്ട് അധ മോക്ഷദാനവും ചെയ്ത് പുക്കിത് പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ച് ലോകത്രയം. ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ
പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാമെന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ. ഒരു വസ്തു ചെയ്കയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു തന്മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്ത് മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായ തങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മദ്ഭക്തനായുള്ളവനീ പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും.
പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മദ്ഭക്തിഹീനരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതെടോ. പരമം ഉപദേശം ഇല്ലിതിന്മീതേ ഒന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ട് അനാരതം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുപോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാരാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ട് തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നഗവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല, സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം. കിം ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ,
കിംകണന്മാരായുള്ളോർക്കർദ്ധവുമുണ്ടായി വരാ. കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിംകണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ. കിമൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചെയ്തിടണം മടിയാതെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ. ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്ത് ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു. വേധാവ് ശതകോടിഗ്രന്ഥവിസ്തരം പുരാ വേദസംമിതം അരുൾ ചെയ്തിതു രാമായണം. വേധാവ് ശതകോടിഗ്രന്ഥവിസ്തരം പുരാ വേദസംമിതം അരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ. അതിലിത് ചുരുക്കി രാമദേവൻ നമുക്കുമുപദേശിച്ചിടിനാനേവം പുരാ. ഇത് ചുരുക്കി രാമദേവൻ നമുക്കുമുപദേശിച്ചിടിനാൻ ഏവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ.